ഓണം എക്സാം അടുത്തിരിക്കുന്ന ഈ സമയത്ത് കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താ, പഠിച്ച കാര്യങ്ങൾ എങ്ങനെ മറന്നു പോകാതെ ഓർത്തെടുത്ത് പഠിക്കാം, അല്ലെങ്കിൽ പഠിച്ചത് എങ്ങനെ എല്ലാ സമയവും ഓർത്തിരിക്കാം. അതിനുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 8. ഇറ്റ്സ് മീ യുവർ നാഫി. എടാ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട്, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതെ പഠിക്കാനായിട്ട് നിങ്ങൾ 3 സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? സ്റ്റഡി ബൈ പാർട്സ്. അപ്പോൾ നിങ്ങൾ ഇന്ന് പഠിക്കാനിരിക്കുകയാണ്, നാളെ ഞായറാഴ്ച നിങ്ങൾക്ക് ഫ്രീ ഒരു ദിവസമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പഠിക്കുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ ഒരു ചെറിയ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത് വേണം പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ ടോപ്പിക്ക് പഠിക്കാൻ എടുക്കുകയാണെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾ 2 or 3 പാർട്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പഠിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം? എഴുതി പഠിക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ സോഷ്യൽ, ബയോളജി പോലെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിലെ കോൺസെപ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുക, അല്ലെങ്കിൽ മാത്സ്, ഫിസിക്സ് പോലെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിലെ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്ത് നോക്കുക. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിക്കട്ടെ. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ പാർട്സ് ആക്കി പഠിക്കണം, എഴുതി പഠിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു തിങ്കളാഴ്ച അല്ലെങ്കിൽ എന്താണ് സെപ്റ്റംബർ 2 തിങ്കളാഴ്ച നിങ്ങൾ പഠിച്ചു വിചാരിക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാട്ടെ. സെപ്റ്റംബർ 2 തിങ്കളാഴ്ച നിങ്ങൾ എന്ത് ചെയ്തു? പഠിച്ചു. പഠിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്? പാർട്സ് ആക്കി എഴുതി പഠിച്ചു വിചാരിക്കുക. അങ്ങനെ സെപ്റ്റംബർ 3 നിങ്ങൾ സ്കൂളിൽ പോകും. ഒരു എക്സാമ്പിൾ ഡേറ്റ് ആട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം? പിറ്റേന്ന്, അതായത് പഠിച്ചതിൻ്റെ പിറ്റേന്ന് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അത് എന്ത് ചെയ്യണം? റീകോൾ ചെയ്യണം. എന്താണ് റീകോളിങ്? നിങ്ങൾ സ്കൂളിലേക്ക് നടക്കുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ കുളിക്കുമ്പോൾ, ആ സമയത്തൊക്കെ നിങ്ങൾ തലേന്ന് പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ആവർത്തിച്ച് എന്ത് ചെയ്യുക? മനസ്സിലിങ്ങനെ ഉരുവിടുക അല്ലേ. അതായത് നിങ്ങൾ എന്ത് ചെയ്യാണ്? എർത്തിൻ്റെ ഇന്നർ പാർട്ട് അഥവാ ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് ആണ് തലേന്ന് പഠിച്ചത് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഭൂമിയുടെ ഉൾഭാഗത്തിന് 3 ഭാഗങ്ങളുണ്ട്. കോറ്, ക്രസ്റ്റ്, മാന്റിൽ. കോറിൻ്റെ സവിശേഷത അതൊക്കെയാണ്, ക്രസ്റ്റിൻ്റെത്, ഭൂവൽക്കത്തിൻ്റെ അതൊക്കെയാണ്, മാന്റിൻ്റെ അതൊക്കെയാണ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് റീകോൾ ചെയ്യുക. എന്താ മക്കളെ ചെയ്യേണ്ടത്? റീകോൾ ചെയ്യുക. തലേന്ന് പഠിച്ച കാര്യങ്ങൾ പിറ്റേന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? റീകോൾ ചെയ്യുക. ആ റീകോൾ നിങ്ങൾക്ക് എപ്പം ചെയ്യാം? നിങ്ങൾ സ്കൂളിലേക്ക് നടക്കുമ്പോൾ ചെയ്യാം, ഫുഡ് കഴിക്കുമ്പോൾ ചെയ്യാം, കുളിക്കുമ്പോൾ ചെയ്യാം. ആ സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? റീകോൾ ചെയ്യണം. അങ്ങനെ ഒരു ദിവസം പഠിക്കുന്നു, പിറ്റേന്ന് റീകോൾ ചെയ്യുന്നു. അടുത്ത ദിവസം നിങ്ങൾ വേറെ ടോപ്പിക്ക് പഠിക്കുന്നു, പിറ്റേന്ന് റീകോൾ ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു ദിവസം പഠിക്കുക, പിറ്റേന്ന് റീകോൾ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ആദ്യ ദിവസം പഠിച്ചതിന് ഒരാഴ്ചയ്ക്ക് ശേഷം, നിങ്ങൾ സെപ്റ്റംബർ 1 തീയതിയാണ് പഠിച്ചതെങ്കിൽ സെപ്റ്റംബർ 8, അതായത് ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാണ്? ഈ റീകോളിംഗ് ഒന്നുകൂടി എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. ശ്രദ്ധിക്കണം മക്കളെ. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു? പഠിക്കുന്ന കാര്യങ്ങൾ പാർട്സ് ആക്കിയിട്ട് എഴുതി പഠിക്കുന്നു. ആ പഠിച്ച കാര്യങ്ങൾ പിറ്റേന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? റീകോൾ ചെയ്യുന്നു. സ്കൂളിലേക്ക് നടക്കുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ്? അത് റീകോൾ ചെയ്യാണ്. ആ റീകോളിങ് നിങ്ങൾ എന്ത് ചെയ്യണം? സെപ്റ്റംബർ 1 തീയതിയുടെ റീകോളിങ് നിങ്ങൾ സെപ്റ്റംബർ 2 ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ സെപ്റ്റംബർ 2 നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യുന്നത് എന്നാണ്? സെപ്റ്റംബർ 3 എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ? ഈ റീകോളിങ് അടുത്ത ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യുന്നു? വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു അല്ലേ. നമ്മൾ ഒരു ടോപ്പിക്ക് ഒരു ദിവസം പഠിക്കുന്നു, പിറ്റേന്ന് റീകോൾ ചെയ്യുന്നു. അടുത്ത ദിവസം നമ്മൾ വേറെ ടോപ്പിക്കാണ് പഠിക്കുന്നത് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റീകോൾ ചെയ്യുന്നു. ആ റീകോൾ ചെയ്യുന്ന കാര്യങ്ങൾ അടുത്ത ആഴ്ചയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? മറന്നു പോകാതെ പഠിക്കാൻ പറ്റും. ഒന്ന് സെറ്റാക്കണേ. പഠിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം? സ്റ്റഡി ബൈ പാർട്സ് ആക്കി പഠിക്കുന്നു. അത് നിങ്ങൾ റീകോൾ ചെയ്യുന്നു. ആ റീകോൾ ചെയ്യുന്നത് നിങ്ങൾ റിപ്പീറ്റും ചെയ്യുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഓണം എക്സാമിന് മറന്നു പോകാതെ എല്ലാ വിഷയത്തിലും പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് ഫുൾ A+ വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? പാർട്സ് ആക്കിയിട്ട് പഠിക്കണം. ആ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി പഠിക്കണം. ആ പഠിക്കുന്നത് നിങ്ങൾ പിറ്റേന്ന് എന്ത് ചെയ്യണം? ഓർത്തെടുക്കണം. ആ ഓർത്തെടുക്കൽ അഥവാ ആ റീകോളിങ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് എല്ലാ വിഷയത്തിലും ഫുൾ A+ ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതേപോലെ സ്റ്റഡി ടിപ്സ് വീഡിയോസും, ഇനി ഓണം എക്സാമിൽ ആവാനായില്ലേ, 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഓണം എക്സാമിന് തലേന്ന് നമ്മൾ എന്ത് ചെയ്യും? ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവും പിന്നെ കണ്ടന്റ് വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും എന്താണ് പഠിക്കുന്നതിൽ ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ പാർട്ടായിട്ട് പഠിക്കുന്നു, പഠിച്ച കാര്യങ്ങൾ എഴുതി വെക്കുന്നു, ആ കാര്യങ്ങൾ നിങ്ങൾ റീകോൾ ചെയ്യുന്നു. ആ റീകോളിങ് ഓരോ ആഴ്ചയിലും എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക. സെറ്റല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാതിരിക്കും. ബൈ.